ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സുപ്രസിദ്ധനായ ഇമാം ഷാവലിദ ദഹ്ലവിയുടെ ക്ലാസിക് രചനകളിലൊന്നായ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന രചനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരു പക്ഷേ 18-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതിൽ ഏറ്റവും പ്രബലമായതും പലവിധ വിഷയങ്ങൾ കൊണ്ട് ആഴമേറിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രചനയുമാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. നിരവധി ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഈ ഗ്രന്ഥം നമ്മുടെ മലയാളത്തിലേക്കുമുണ്ട്. മലയാളത്തിൽ വിവിധ മേഖലകളിൽ വിവിധ ദീനി മദാരിസുകളിൽ ഈ രചന പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ജർമ്മൻ അടക്കമുള്ള വിവിധ യൂറോപ്യൻ ഭാഷകളിലേക്കുമെല്ലാം ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ രചനയുടെ ഉള്ളടക്കം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ ഏതെങ്കിലും ഒരു ഫിഖ്ഹ് രചനകൾക്കപ്പുറം മധ്യകാല ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ ഏറ്റവും പ്രബലമായ മുഖദ്ദിമ പോലെ, അല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ രചനകൾ പോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രചനയാണ് ഈ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. ഇതിൽ ഫിലോസഫിയുണ്ട്, തത്വചിന്തയുണ്ട്, ഫിഖ്ഹുണ്ട്, ഖുർആനുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സംഭവങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ ചർച്ചകളുണ്ട്. അതിനുശേഷം ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചും രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചും ഒരു ദേശ രൂപീകരണത്തെക്കുറിച്ചുമെല്ലാം അതിൻ്റെ കൂടെ തന്നെ ഒരു മാനസിക വിശ്ലേഷണങ്ങളെക്കുറിച്ചും മനഃശാസ്ത്ര വിശദീകരണങ്ങളെല്ലാം ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ഫിഖ്ഹ് ഗ്രന്ഥം എന്ന് സാധാരണ നമ്മൾ കരുതുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ഒന്നായി മാത്രം ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയെ പരിഗണിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ വസ്തുത. ഇതിൽ എന്തുകൊണ്ടാണ് ഇമാം ഷാവലിദ ദഹ്ലവി അദ്ദേഹത്തിൻ്റെ ബുക്കിന് ഈ പേര് തന്നെ എടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതിൽ ഇസ്ലാമിക ആശയത്തെ, അതിൽ ഈമാൻ ആവട്ടെ, അതുപോലെ തന്നെ ഈമാൻ കാര്യങ്ങളാവട്ടെ, ഇസ്ലാം കാര്യങ്ങളാവട്ടെ, നുബുവത്ത് അടക്കമുള്ള ആഖിറത്ത് അടക്കമുള്ള സകലവിധ വിഷയങ്ങളെയും ലോജിക്കലായും അതിൻ്റെ കൂടെ തന്നെ നഖലായും അഖലായും, ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് മെത്തഡോളജികളാണല്ലോ നഖലും അഖലും എന്നുള്ളത്. അതിൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ മുസ്ലിം ലോകം കൈകാര്യം ചെയ്തു പോകുന്ന ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വിവിധ വൈജ്ഞാനിക രചനകളിൽ നിന്ന് പോലും അതിനേക്കാളും പ്രാധാന്യം പൂർവ്വം ഖുർആനും ഹദീസും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നഖലായും ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളെയും ആശയങ്ങളെയും കൂടുതൽ സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന പേര് തന്നെ അദ്ദേഹം ഇതിന് കൊടുക്കുന്നത്. നമ്മൾ ഈ ചർച്ചയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരായിരുന്നു ഇമാം ഷാവലിദ ദഹ്ലവി എന്നും കൂടി അറിയേണ്ടത് അനിവാര്യമാണ്. 18-ാം നൂറ്റാണ്ടിൽ ഏകദേശം 1703 അദ്ദേഹം ജനിക്കുന്നത്. ഷാവലിദ ദഹ്ലവിക്ക് 4 വയസ്സാവുന്ന പശ്ചാത്തലത്തിലാണ് അന്നത്തെ ഏറ്റവും പ്രബലനായ, ഇന്ത്യ കണ്ട അവസാനത്തെ ശക്തനായ ഭരണാധികാരിയായിരുന്ന മുഗൾ ഡൈനാസ്റ്റിയുടെ ഭരണാധികാരിയായിരുന്ന ഔറംഗസേബ് മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഡൽഹി കേന്ദ്രീകരിച്ചും ഡൽഹിയുടെ ചുറ്റുപാടുമുള്ള മുഗൾ ഡൈനാസ്റ്റിയുടെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളിലെല്ലാം സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലുണ്ടായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ചിന്തയെ മൂർച്ചപ്പെടുത്തുന്നതിലും
അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടുന്നതിലും സാംസ്കാരികമായി മുസ്ലിം സമൂഹം അനുഭവിച്ചിരുന്ന ഷിയ സുന്നി സെക്ടേറിയനിസവും അതിൻ്റെ കൂടെ ചുറ്റുപാടുമുള്ള ജാട്ട് മറാഠ ട്രൈബുകളുടെ ഗോത്രങ്ങളുടെ മുഗൾ ഡൈനാസ്റ്റിക്ക് മേലുള്ള അവരുടെ ആക്രമണങ്ങളുമെല്ലാം നിരവധി വിഷയങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ചിന്തയെ ഇമാം ഷാവുലിദ ദഹ്ലവി എന്ന ഒരു പരിഷ്കർത്താവിനെ 18-ാം നൂറ്റാണ്ട് പരിഷ്കർത്താവിനെ വാർത്തെടുക്കുന്നതിലേക്ക് നയിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണശേഷം അവിടെ ഡൽഹിയിൽ തന്നെ ഉണ്ടായിരുന്ന മദ്രസയിൽ, അതായത് അവിടുത്തെ കോളേജിൽ അദ്ദേഹം അവിടുത്തെ ഹെഡായി മാറുകയും പഠിപ്പിക്കാൻ തുടങ്ങുകയും ഇടക്കാലത്ത് അദ്ദേഹം അറേബ്യയിൽ പോവുകയും മക്ക ഭാഗത്ത് നിന്നുകൊണ്ട് വിദ്യാഭ്യസിക്കുകയും പിന്നീട് തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷേ മക്കൻ ഭാഗത്തേക്കുള്ള യാത്ര തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ചിന്താ പരിവർത്തനം വരുത്തിച്ചത് എന്നും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ, അദ്ദേഹത്തിൻ്റെ രചനകൾ, പ്രത്യേകിച്ച് ഇൻസാഫ് അടക്കമുള്ള രചനകളിലും ഈ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ അടക്കമുള്ള ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയുടെ അവസാന ഭാഗങ്ങളിലുമെല്ലാം നമുക്ക് ഹദീസിനെ എങ്ങനെ കാണണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, സ്വഹാബിയുടെ കാലത്ത്, താബികളുടെ കാലത്ത്, പിന്നീട് വിവിധ മദ്ഹബുകൾക്കിടയിലും ഹദീസുകളിൽ സംഭവിച്ച പ്രശ്നങ്ങൾ, അതിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിനെ എങ്ങനെ ദൂരീകരിക്കണം എന്നൊക്കെ രീതിയിലുള്ള തത്ബീഖിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അദ്ദേഹം സമർപ്പിക്കുന്നത് കാണുവാൻ കഴിയും. അത് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിലുമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനയായ ഇൻസാഫിലുമുണ്ട്. ആ ഇൻസാഫ് പിന്നീട് മലയാളത്തിലേക്ക് അത് IP ട്രാൻസ്ലേറ്റ് ചെയ്തതായി നമുക്ക് കാണാം. ഇപ്പോൾ ഇങ്ങനെ ഹദീസിനെ കുറിച്ചുള്ള നല്ലൊരു സംഭാവന, സാധാരണ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഹദീസിനെ പൊതുവായും നഖല് മാത്രം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ അനുകരിക്കുന്ന, പ്രത്യേകിച്ച് അതിനോട് ഒരു ക്രിയാത്മകമായ അല്ലെങ്കിൽ വിമർശാത്മകമായ സ്വഭാവം സ്വീകരിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഷാവുലിദ ദഹ്ലവി തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഹദീസിനോട് ഒരു തഖ്ലീദ് ചെയ്യുന്നതിനെ ശക്തമായി വിമർശിച്ചിരുന്നു. അതുപോലെ തന്നെ ഖുർആൻ മറ്റു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള സാഹചര്യത്തിൽ പേർഷ്യൻ ഭാഷയിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ നിരവധി പരിഷ്കരണ പ്രവർത്തനങ്ങൾ മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള മസ്ലഹത്തിന് വേണ്ടി അദ്ദേഹം ഈ മസ്ലഹത്ത് എന്നുള്ള പദം ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നതായി കാണുവാൻ കഴിയും. അങ്ങനെ മുസ്ലിം സമൂഹത്തിൻ്റെ മസ്ലഹത്തിൻ്റെ, അതൊരു മതപരമായ വൈജ്ഞാനികമായ ഇസ്ലാമിക വൈജ്ഞാനിക കാര്യങ്ങളിലാവട്ടെ അതിലുള്ള ഇസ്ലാഹും, അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ ഇസ്ലാഹും, രാഷ്ട്രീയ മേഖലകളിൽ അധികാര മേഖലകളിൽ ഉണ്ടായിരുന്ന ഇസ്ലാഹും, ഇതെല്ലാം അദ്ദേഹം പ്രധാനമായും കൈകാര്യം ചെയ്തിരുന്നെന്ന് കാണാം. അതിനൊരു ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുഗൾ ഡൈനാസ്റ്റി ഏകദേശം പതനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിവിധ ഭരണകർത്താക്കൾക്ക്, മന്ത്രിമാർക്ക്, വിവിധ ഗവർണർ അടക്കമുള്ള പോസ്റ്റിലുള്ള വിവിധ ഉദ്യോഗസ്ഥന്മാർക്കുമെല്ലാം അദ്ദേഹം നിരവധി കത്തുകൾ അയക്കുന്നത് കാണാം. ആ കത്തുകൾ അയക്കുന്നത് വളരെ ക്രൂരമായി തന്നെ അദ്ദേഹം വിമർശിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അത് ഇസ്ലാമിൻ്റെ ഒരു ആശയം പേറാതെ, അതിൽ എന്നത് പരിഗണിക്കാതെ, അദാലത്തിനെ സ്ഥാപിക്കാതെ ഒരു ഭരണം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കത്തുകളിലൂടെ പറയുന്നുണ്ട്. അദ്ദേഹം ഈ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ തന്നെ അൽ മില്ലത്തുൽ മുസ്തഫിയ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മില്ലത്ത് എന്നതിനെ അദ്ദേഹം പ്രധാന ക്വാളിറ്റിയായി പറയുന്നത് ഇസ്ലാമാണ്. ഇന്ന് ഇസ്ലാമാണ്, അതിൻ്റെ കൂടെ തന്നെ അദാലത്താണ്, നീതിയാണ്, കൂടെ ഉലൂം അറിവുകളും നീതിയും ഇസ്ലാമും, ഇത് മൂന്നും ചേരുമ്പോഴാണ് ശരിയായൊരു സാമൂഹിക സംവിധാനം രൂപപ്പെടുകയുള്ളൂ എന്ന് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ തന്നെ അദ്ദേഹം പല ഭാഗങ്ങളിലായി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ജാട്ട് മറാഠ ഗോത്രങ്ങൾ മുഗൾ ഡൈനാസ്റ്റിയെ തകർക്കുവാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടുകയും മറ്റൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അഹമ്മദ് ഷാ ദുറാനി എന്ന അഫ്ഗാനി ഭരണാധികാരിയെ കത്തയച്ച് വിളിച്ചു വരുത്തുകയും ഈ ട്രൈബുകളെ പരാജയപ്പെടുത്തി മുഗൾ ഡൈനാസ്റ്റിയുടെ അധികാരം തിരിച്ച് ഏൽപ്പിച്ച് അദ്ദേഹം പോവുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. അഹമ്മദ് ഷാ ദുറാനി മുഗൾ ഡൈനാസ്റ്റിയുടെ
അവശേഷിച്ചിരുന്ന രാജകുമാരന്മാർക്ക് അധികാരം ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഇങ്ങനെ ഈ ഒരു തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകളെ വികസിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു മുസ്ലിങ്ങളുടെ ഒരു അധികാരം നിലനിൽക്കേണ്ടത് അനിവാര്യമായിരുന്നു എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ മതപരമായ കാര്യങ്ങളാവട്ടെ, അതുപോലെ തന്നെ ഫിഖ്, ഹദീസ്, ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ, അതുപോലെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളാവട്ടെ, ഇതിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചിരുന്ന ഭിന്നതകളാവട്ടെ, എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിവിധ രചനകളിൽ കൂടി കാണുവാൻ കഴിയും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ ഇങ്ങനെ ഒരു വിവിധ മുഖമുള്ള, വിവിധ മേഖലകളിൽ സ്വന്തമായ സംഭാവനകൾ അർപ്പിച്ച ഷാഹ്വൽദ ദഹ്ലവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. അറബിയിൽ തന്നെയാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനെ സാധാരണ പണ്ഡിതന്മാർ പറയുന്നത് ഇസ്ലാമിൻ്റെ തത്വചിന്തയുടെ ഒരു ഷോർട്ട് ഹിസ്റ്ററി എന്ന രീതിയിൽ നമുക്ക് ഈ രചനയെ കാണുവാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ തിയോളജി ആവട്ടെ, ഇസ്ലാമിൻ്റെ ഇൻ്റർപ്രറ്റീവ് സ്ട്രാറ്റജി, ഈ ഇസ്ലാമിനെ ഇങ്ങനെ അതിലൊരു ആഖ്യാന രീതികളുടെ ഒരു ചെറു രേഖ എന്നും നമുക്ക് ഈ രചനയെക്കുറിച്ച് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ തസവുഫിൻ്റെ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രചനയും കൂടിയാണിത്. കാരണം ഇതിൽ ഉപയോഗിക്കുന്ന ടെർമിനോളജികളെല്ലാം അന്നത്തെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിലെ ഭാഷ തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതിൽ പ്രധാനമായും അങ്ങനെ വരാൻ കാരണം ഇദ്ദേഹം നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ഷെയ്ഖും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന അവരുടെ രചനകളിൽ, സൂഫി രചനകൾ ഉപയോഗിക്കുന്ന അസ്രാർ പോലുള്ള പദപ്രയോഗങ്ങൾ, സിറ്, അസ്രാർ, രഹസ്യങ്ങൾ എന്നുള്ള പദപ്രയോഗം സാധാരണ ആധുനിക ഭാഷയിൽ മഖ്സദ്, മഖാസിദ് എന്നുള്ള ഒരു അർത്ഥത്തിലേക്കാണത് ചേരുന്നത്. ആ ഒരു പദപ്രയോഗം ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ആദ്യം മുതൽ അവസാനം വരെയും ലോജിക്കലായും ഫിലോസഫിക്കലായും ആ ഒരു ഭാഷയിൽ കൂടിയാണ് ഖുർആനെയും ഹദീസിനെയും അവസാനം ചർച്ച ചെയ്യുന്ന സ്വഹാബിമാരുടെ മനാഖിബിനെ കുറിച്ചും അവരുടെ സവിശേഷതയെക്കുറിച്ച് പറയുമ്പോൾ പോലും ഈ ഒരു റേഷണലായ ഫിലോസഫിക്കലായ ഭാഷയിൽ കൂടിയാണ്, അതുപോലെ തന്നെ തസവുഫിൻ്റെ ഒരു ഭാഷയിൽ കൂടിയാണ് ഇദ്ദേഹം ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാമിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സിന്, ഒരു ഹെറിറ്റേജിനെ, ഒരു ബൗദ്ധിക പാരമ്പര്യത്തെ പിന്തുടരുന്ന അതിൻ്റെ ഒരു തുടർച്ച കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ രചന. ഈ രചനയിൽ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു ഇസ്ലാമിൻ്റെ ദൈവശാസ്ത്രത്തെ, ഇസ്ലാമിക മുഴുവൻ ആശയത്തെയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരമാധികാരത്തെയും ഉയർത്തിക്കാട്ടുന്ന അതിൻ്റെ ഒരു സുപ്രീമസിയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന രചനയാണ്. സാധാരണ തസവുഫിൻ്റെ ഒരു രചനയിൽ ശരീഅത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ സംസാരിക്കണമെങ്കിൽ ഒരുപക്ഷെ ആ സൂഫി ശരിയായ ത്വരീഖത്ത് പിന്തുടരുന്നതാവണം എന്നുള്ളതാണ് തസവുഫിൻ്റെ ഒരു ആശയം. കാരണം ശരീഅത്തില്ലാതെ ത്വരീഖത്തില്ല എന്നതാണ് പ്രധാനപ്പെട്ട തസവുഫിനെ കുറിച്ചുള്ള ഒരു ചർച്ചയിലെ പ്രധാന ആശയം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ രചനയിൽ ആദ്യത്തെ ഭാഗം മുതൽ തന്നെ ഇദ്ദേഹം സംസാരിക്കുന്നത് തക്ലീഫിനെ കുറിച്ചും അൽ മുജാസാത്തിനെ കുറിച്ചുമാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഇമാം, ഒരു മുസ്ലിം ആവട്ടെ, ഒരു ഇമാം ആവട്ടെ, ഒരു മനുഷ്യനാവട്ടെ, അയാൾക്കുണ്ടാവേണ്ട ഒരു സമൂഹത്തിലും വ്യക്തിപരമായും സമൂഹത്തിലും ദേശത്തിലും ഉണ്ടാവേണ്ട നിരവധി ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അതിൽ ലംഘിച്ചാൽ ഉണ്ടാവുന്ന മുജാസാത്തുകളെക്കുറിച്ചും പെനാൽറ്റികളെക്കുറിച്ചുമാണ് തുടക്കം തന്നെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ബുക്കിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പ്രവാചകരെയും ഹദീസിനെയും സ്വഹാബത്തിനെയും താബികളെയും അംഗീകരിക്കുകയും അനുസരിക്കുകയും അനുധാവനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടാണ് അവസാനവും പറയുന്നത്. ഈ ഒരു തരത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ശരീഅത്തിനെ കുറിച്ച് സംസാരിക്കുന്ന, എന്നാൽ അതിൻ്റെ ഭാഷ തസവുഫിൻ്റെയും ഫൽസഫയുടെയും ലോജിക്കിൻ്റെയും ഭാഷയിൽ സംസാരിക്കുന്ന രചനയാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. ഈ രചനയിൽ സാധാരണ ഈ ഓറിയൻ്റലിസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു തിയോളജിക്കൽ സോഷ്യോളജി എന്ന രീതിയിലാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയെ
ഇമാം ഷാബിർദ ദഹ്ലവി കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതിൽ പറയാൻ കാരണം പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ ഫിലോസഫി, നിയമം, തിയോളജി, അതുപോലെ ഒരു വിശ്വാസിയുടെ ആന്തരിക ബാഹ്യ മാനസിക ശാരീരിക വ്യവഹാരങ്ങൾ, അങ്ങനെ ഈ വിവിധ വശങ്ങളെ ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഈ രചനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി. അതിൻ്റെ കൂടെ തന്നെ തുടക്കം മുതൽ ശരീഅത്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവും മനുഷ്യത്വവും അല്ലെങ്കിൽ അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തെയും ആഴത്തെയും ഈ ബുക്ക് അളന്ന് വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത് നിയമം, ശരീഅത്ത് അനുധാവനം ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഇത് സംസാരിക്കുന്നു. 3 ശരീഅത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് സംസാരിക്കുന്നു. ശരീഅത്തിൻ്റെ അനിവാര്യത സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ശരീഅത്ത് അനുധാവനം ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് സംസാരിക്കുന്നു. അതിനു മുമ്പ് ശരീഅത്ത് നൽകുന്ന അള്ളാഹു ഖാലിഖ് എന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ ഒരു അനിവാര്യതയെക്കുറിച്ച് സംസാരിക്കുന്നു. പിന്നീട് പ്രവാചകത്വത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ഈ രചനയിൽ സംസാരിക്കുന്നത് കാണുവാൻ കഴിയും. കാരണം അദ്ദേഹം പറയുന്നത് എന്തിനാണ് പ്രവാചകത്വം, നുബുവത്ത് എന്നത് സംസാരിക്കുന്ന ഭാഗത്ത്, ആ ബാബിൽ, ആ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം സംസാരിക്കുന്നത് ഖുറൂജുന്നാസ് മിനൽ ളുലുമാത്തി ഇലൻ നൂർ, വിവിധ തരത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്ന് ജനങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ഉള്ള ഉത്തരവാദിത്തം, അതിനു വേണ്ടിയിട്ടാണ് ഒരു പ്രവാചകത്വം എന്നത് അള്ളാഹു നിയന്ത്രിച്ചിരിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് സ്വന്തമായി ഒരു വഴി കണ്ടെത്തുവാൻ കഴിയുകയില്ല. ആ ഒരു സാഹചര്യത്തിൽ വഴി കാണിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് നുബുവത്ത്, ബാസ് എന്ന ഒരു അള്ളാഹുവിൻ്റെ നിയോഗം. ആ നിയോഗത്തിൻ്റെ മറ്റൊരു ദൗത്യം എന്നത് അല്ലാഹു സുബ്ഹാനഹു ഇദ്ദേഹം വിശദീകരിക്കുന്നത് അത് എല്ലാ തരത്തിലുമുള്ള ദുൽമുകളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ദുൽമുകളുടെയും അർത്ഥവും അതിൻ്റെ വിശദീകരണവും ആഖ്യാനവും ജനങ്ങൾക്ക് ബോധിപ്പിച്ചു കൊടുക്കുക, അതിൻ്റെ മുന്നറിയിപ്പ് നൽകുക, അതിൻ്റെ ഭവിഷ്യത്തിനെക്കുറിച്ച് ബോധിപ്പിച്ചു കൊടുക്കുക, എല്ലാമാണ് ഈ ചർച്ചകളൊക്കെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഒരു നുബുവത്ത് അനിവാര്യമായി വരുന്നത്. അങ്ങനെ വിവിധ തരത്തിലുള്ള വിവിധ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്കെല്ലാം വിവിധ ശരീഅത്തുകളുമുണ്ട്, മൻഹജുകളുമുണ്ട്. ഖുർആൻ ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടേതായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നിലയിൽ നമുക്ക് ലഭിച്ച ആ ശരീഅത്താണ് അവസാനത്തതെന്നും അത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുമുള്ള ളുലുമാത്തുകളെ ബോധിപ്പിക്കുവാനും എല്ലാ തരത്തിലുമുള്ള ളുൽമുകളെയും, അതായത് ഏതൊക്കെ തരത്തിൽ മനുഷ്യനെ പീഡിപ്പിക്കുന്ന, അത് ആന്തരികമായിട്ടാണോ ബാഹ്യമായിട്ടാണോ, സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും അടക്കമുള്ള വിവിധ മേഖലകളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന, മനുഷ്യനെ കുടിസതയാക്കുന്ന വിവിധ തരം ക്രൂരതകളെ, ളുൽമുകളെ, അതിനെ ചെറുക്കുക എന്നതും കൂടിയാണ് ബാസിൻ്റെ പ്രവാചകത്വത്തിൻ്റെ ഒരു മക്സദ് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. മിൻ അഅ്ളമിൽ മഖാസിദിൽ ബാസ് എന്ന രീതിയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ പ്രവാചകത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മക്സദിൽ ഒന്ന് പോലും അത് ഈ ലിദഫ്ഉൽ മവാലിം എന്ന് അത് വിശദീകരിക്കുന്നത് ഈ തരത്തിലുള്ള സകലതര ക്രൂരതകളെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ചെറുക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. അദ്ദേഹം അത് ഈ മവാലിം എന്ന ഭാഗത്ത് ഇത് വിശദീകരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ഈ രചനയിൽ അദ്ദേഹം ഇജ്തിഹാദിൻ്റെ ആവശ്യകത കൂടുതൽ ഊന്നി പറയുന്നത് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ഇജ്തിഹാദിൻ്റെ ആവശ്യകത പറയുമ്പോൾ തന്നെ അന്നത്തെ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരെ കൈകാര്യം ചെയ്തുകൊണ്ട് തഖ്ലീദിൻ്റെ ഒരു സാഹചര്യവും അത് അന്ധമായി പിന്തുടരുന്നതിന് പകരം ഒരു റീകൺസിഡറേഷൻ, ഒരു തത്ബീഖിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇത് പറയാൻ കാരണം
18 നൂറ്റാണ്ടുകളിലൊക്കെ ഇജ്തിഹാദ് എന്നത് സാധാരണ മുസ്ലിം സമൂഹത്തിൽ വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടതായതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല എന്നൊരു പശ്ചാത്തലത്തിലാണ്. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഉപയോഗിക്കുന്ന ഹദീസുകൾ, എല്ലാ തരത്തിലുമുള്ള കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളുമെല്ലാം അവസാനിച്ചു. ഇനി പറഞ്ഞത് മാത്രം, എഴുതപ്പെട്ടത് മാത്രം പിന്തുടരേണ്ടതാണ് എന്ന സാഹചര്യത്തിൽ നിന്നും മാറിക്കൊണ്ടാണ് ഈ ഇജ്തിഹാദ് എന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. ഇസ്ലാം അതിനുള്ള വാതിൽ നമുക്ക് തുറന്നു തരുന്നുണ്ട്, അനുവദിക്കുന്നുണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇജ്തിഹാദിനെ കുറിച്ചും അദ്ദേഹം വളരെ വിശദമായി ഈ രചനയിൽ സംസാരിക്കുന്നതെന്ന് കാണുവാൻ കഴിയും. ഈ ഭാഗം ഒക്കെ കഴിഞ്ഞുകൊണ്ടാണ് പിന്നീട് ഇർത്തിഫാഖാത്ത് എന്ന രീതിയിൽ മുസ്ലിം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ദേശരൂപീകരണത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഒരുപക്ഷെ ആധുനിക കാലത്ത് മൗലാന മൗദൂദി ആ ഒരു ചിന്തയെ കടമെടുത്തതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരു വ്യക്തി, കുടുംബം, നഗരം, ദേശം എന്ന ഗ്രാജുവൽ ഗ്രൗത്ത് ആണ് അദ്ദേഹം പ്രധാനമായ ഒരു ദേശ സങ്കല്പത്തിന് മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയങ്ങൾ. അതിൽ ഒരാളുടെ, ഒരു വ്യക്തി സ്വയം നന്നാവുക, അയാളിൽ നിന്ന് കുടുംബം ഉണ്ടാവുക, ആ കുടുംബത്തിൻ്റെ ഒരുപാട് യൂണിറ്റുകൾ കൂടുമ്പോൾ നല്ലൊരു സമൂഹം രൂപപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം മൂന്നാമതായി എടുത്തു വെക്കുന്നത് നഗരത്തെക്കുറിച്ചിട്ടാണ്. അത് കാരണം അദ്ദേഹത്തിൻ്റെ സിയാസത്തുൽ മുദുൻ എന്ന ചാപ്റ്ററിൽ തന്നെ അത് അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. മദീനകളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മദീന എന്നത് ഒരുപാട് ജമാഅത്തുൻ മുതഖാരിബത്തുൻ തജ്രി ബൈനൽ മുആമല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് ഇങ്ങനെ പരസ്പരം ഇടപെടുന്ന ഒരുപാട് ജമാഅത്തുകളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ജമാഅത്തുകളാണ് മദീന എന്നതിന് പറയുന്നുണ്ട്. അതിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം മദീനയെ ഉപയോഗിച്ചത് എന്നതൊരു ചർച്ചയുണ്ട്. കാരണം അദ്ദേഹം ജീവിച്ചത് ഡൽഹിയിലാണ്, ദഹ്ലവിയാണല്ലോ, ജീവിച്ചത് ഡൽഹിയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ അധികാരത്തിൻ്റെ കേന്ദ്രവും കൂടിയായിരുന്നു. സാമ്പത്തിക അധികാര, സാംസ്കാരിക, നയതന്ത്ര സകലതര വിനിമയങ്ങളുടെയും കേന്ദ്രമായിരുന്നു ഡൽഹി, അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ച നഗരം. അതുകൊണ്ട് തന്നെ ഈ മദീന ഒരു അല്ലെങ്കിൽ ഒരു ദേശ സങ്കല്പത്തിൻ്റെ പ്രധാന ഭാഗമായി അദ്ദേഹം വിശദീകരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇർത്തിഫാഖാത്ത് കൺസെപ്റ്റിൽ മൂന്നാമതായി അദ്ദേഹം വെക്കുന്നത് മദീന എന്നുള്ള കൺസെപ്റ്റാണ്. ഒരു വ്യക്തി കഴിഞ്ഞ് കുടുംബത്തിൻ്റെ ഒരു വളർച്ച, കുടുംബത്തിൽ നിന്ന് അത് മദീനയിലേക്ക് എത്തുന്നു, അതായത് ഒരു നഗരത്തിലേക്ക് എത്തുന്നു. ഈ നഗരം എന്നത് ഒരുപക്ഷെ നമ്മൾ ഇസ്ലാമിക ഹിസ്റ്ററിയിൽ, ഇസ്ലാമിക രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നോക്കുമ്പോൾ ഒരുപാട് പേർ ഉദ്ധരിക്കുന്നതായി കാണുവാൻ കഴിയും. ഫാറാബി അദ്ദേഹത്തിൻ്റെ മദീനത്തുൽ ഫാദില എന്ന രചനയിൽ തന്നെ മദീനയാണ് ഫാറാബി തന്നെ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഇമാം ഇബ്നു തൈമിയ അടക്കമുള്ള ആൾക്കാരും മദീനയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഇമാം ഷാഫിറുദ്ദ ദഹ്ലവി അദ്ദേഹം ജീവിക്കുന്നത് മദീനയിലാണ്, അല്ലെങ്കിൽ നഗരത്തിലാണ്, ഡൽഹിയിലാണ്. ഡൽഹിൻ്റെ മുഴുവൻ സവിശേഷതകളും കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ആവാം അദ്ദേഹം ആ നഗരത്തിനെ പ്രാധാന്യപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയിൽ പ്രധാന ഭാഗമായി മുന്നോട്ട് വെക്കുന്നത്. നാലാമത് അദ്ദേഹം പറയുന്നത് ഈ മദീനയിൽ നിന്ന് വളർന്നു വരുന്ന ഒരുപാട് മദീനകളുടെ ഒരു കൂട്ടം എന്ന നിലയിൽ അവിടെ ഒരു ഖിലാഫത്തിൻ്റെ സങ്കല്പത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. സിയാസത്തുൽ മുദുൻ എന്ന ചാപ്റ്ററിൽ തന്നെ, എന്ന ഭാഗത്ത് തന്നെ അദ്ദേഹം ഖലീഫയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് അയ്യക്കൂന ഫി ജമാഅത്തുൽ മുസ്ലിമീന ഖലീഫ. അവിടെ നിർബന്ധമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, മുസ്ലിങ്ങളുടെ ഒരു ജമാഅത്തിൽ, ഒരു കൂട്ടമായി താമസിക്കുന്ന ഒരു ഭാഗത്ത് ഖലീഫ ഉണ്ടാവേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നത് അത് അല്ല എങ്കിൽ ഇസ്ലാമിൻ്റെ മസ്ലഹത്ത് ഒരിക്കലും ഖിലാഫത്താണ് ഇസ്ലാമിൻ്റെ മസ്ലഹത്തിനെ പൂർത്തീകരിക്കുന്നത്. ആ ഒരു രാഷ്ട്രീയ പ്രാതിനിധ്യത്തിലൂടെയാണ് മസ്ലഹത്ത് പൂർത്തീകരിക്കപ്പെടുക, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടുകയില്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആഖിലായ, ബുദ്ധിയുള്ളതായ, വളർച്ച പ്രാപിച്ച, സ്വതന്ത്രനായ, പുരുഷനായ, അതുപോലെ തന്നെ നല്ല
കേൾവിശക്തിയും കാഴ്ചശക്തിയും സംസാരശക്തിയും എല്ലാമുള്ള ദീർഘവീക്ഷണമുള്ള ഒരാൾ എന്ന രീതിയിലാണ് സാധാരണ എല്ലാ പണ്ഡിതന്മാരും മധ്യകാലഘട്ടത്തിലെ പണ്ഡിതന്മാരും പറഞ്ഞ അതേ ഗുണഗണങ്ങൾ തന്നെയാണ് ഇമാം ഷാബിറുദ്ദ ദഹ്ലവിയും ഖലീഫയുടെ ഗുണഗണങ്ങളായി മുന്നോട്ട് വെക്കുന്നത്. ഇതിനൊക്കെ ശേഷമാണ് അദ്ദേഹം നിരവധി അസ്റാറുകളെ കുറിച്ച് ഈ രചനയിൽ സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൽ നമസ്കാരമാവട്ടെ, അത് നമസ്കാരത്തിൻ്റെ അസ്റാറുകളാവട്ടെ, അതുപോലെ തന്നെ നോമ്പ്, ഹജ്ജ് അടക്കമുള്ള സക്കാത്ത് അടക്കമുള്ള വിവിധ അസ്റാറുകളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അസ്റാർ എന്നത് സാധാരണ ആധുനിക ഇസ്ലാമിക ലിറ്ററേച്ചറിൽ അധികം അവിടെ കാണുന്നത് മക്സദ് അല്ലെങ്കിൽ മക്കാസിദ് എന്നുള്ള പദപ്രയോഗമാണ്. എന്നാൽ ഒരു മധ്യകാലഘട്ടത്തിന് ശേഷം 18-19 നൂറ്റാണ്ട് വരെയുള്ള നലുഷമാലും ലിറ്ററേച്ചറിലെല്ലാം ഇമാം ഷാബിറുദ്ദ ദഹ്ലവി തന്നെ ചില ഭാഗങ്ങളിൽ മക്സദ് മക്കാസിദ് എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം അസ്റാർ എന്നുള്ളത് എന്ന തസവുഫിൻ്റെ ടെർമിനോളജി അദ്ദേഹം ഇവിടെയും അത് കീപ്പ് ചെയ്യുന്നതായി കാണുവാൻ കഴിയും. സ്വാഭാവികമായും അസ്റാർ ഉപയോഗിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുറകിലുള്ള നമസ്കാരത്തിൻ്റെ മക്സദുകളെ വിശദീകരിക്കലാണ് ചെയ്യുക. ഇവിടെ ഒരു കാലികമായ ഒരു ചർച്ചയും കൂടി ചേർക്കേണ്ടതുണ്ട്. കാരണം മൗലാന മൗദൂദി അടക്കമുള്ള പണ്ഡിതന്മാർ ഇബാദത്തുകളുടെ മക്സദുകൾ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇബാദത്തിനെ ഇബാദത്തായി തന്നെ കാണുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അബുൽ അൻസാരി അടക്കമുള്ള ആൾക്കാർ മൗലാന മൗദൂദിക്കെതിരെ വിമർശനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അതേ പശ്ചാത്തലത്തിൽ ഷാബിറുദ്ദ ദഹ്ലവി അടക്കമുള്ള പണ്ഡിതന്മാർ അസ്റാറുൽ സ്വലാത്ത്, അസ്റാറുൽ സൗം, അസ്റാറുൽ ഹജ്ജ്, അസ്റാറുൽ സക്കാത്ത് അടക്കമുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ രചനയിൽ അവർ അതേ മക്സദുകളുടെ ആഖ്യാനങ്ങളാണ്, നിർദ്ധാരണമാണ് നടത്തുന്നത് എന്നും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ കൂടെ തന്നെ അസ്റാറുകൾക്ക് ശേഷം അദ്ദേഹം അസ്റാർ അൻവാഉൽ ബിർ, പുണ്യങ്ങളുടെ വിവിധ തരത്തിലുള്ള അൻവാകളുടെയും അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്യുന്നതായി കാണുവാൻ കഴിയും. അതിൽ പുണ്യങ്ങളുടെ പ്രധാന ഭാഗമായി എണ്ണുന്നത് ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള നിരന്തരം സ്മരണ, പ്രാർത്ഥന, ദുആ, അതുപോലെ തന്നെ തിലാവത്തുൽ ഖുർആൻ, വസ്തിമാഉൽ മവാഖിദ്, ഖുർആൻ പാരായണവും വാളുകളെ ശ്രദ്ധിക്കുകയും അത് കേൾക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ സിലത്തുൽ അർഹാം വൽ ജീറാൻ, സാധാരണ സിലത്തുൽ അർഹാം പറഞ്ഞുകൊണ്ടാണ് നിർത്താറുള്ളത്, കുടുംബബന്ധം ചേർക്കുക എന്നതിൻ്റെ കൂടെ തന്നെ ഷാബിറുദ്ദ ദഹ്ലവി വൽ ജീറാൻ, അയൽപ്പക്ക ബന്ധങ്ങളെയും ചേർക്കുന്നതിനെ കുറിച്ചും അത് പുണ്യമായി പ്രത്യേകം എടുത്ത് പറയുന്നത് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെയാണ് അദ്ദേഹം ജിഹാദിനെ കുറിച്ചും റഹ്മത്തിനെ കുറിച്ചും, റഹ്മത്ത് പറയുമ്പോൾ ജിഹാദും ജിഹാദ് പറയുമ്പോൾ റഹ്മത്തും ചേർത്ത് വെക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണുവാൻ കഴിയും. ഈ ഒരു വിശദീകരണത്തിന് ശേഷം അദ്ദേഹം മനുഷ്യന്മാരുടെ നുബുവത്തിൻ്റെ ഒരു ആവശ്യത്തെക്കുറിച്ചും വീണ്ടും മറ്റ് അവസാന ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ വിവിധ തരത്തിലുള്ള മനുഷ്യന്മാരുടെ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റിയെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്ന് കാമിലായ സകലവിധ ഇബാദത്തുകളും പൂർത്തീകരിക്കാൻ കഴിയുന്ന, ആ ഇബാദത്തുകളെ പൂർത്തീകരിക്കുകയും അതിന് പറ്റിയുള്ള മുഴുവൻ വിവരവുമുള്ള കാമിലായ ഒരു മനുഷ്യനെക്കുറിച്ച് അദ്ദേഹം ചിത്രീകരിക്കുന്നു. അതുപോലെ തന്നെ നല്ല സ്വഭാവ സവിശേഷതകളുള്ള ഹക്കീമായ യുക്തിജ്ഞാനിയായ ഒരാളെ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ രാഷ്ട്രീയമായ അസിയാസ കുല്ലിയ, എല്ലാ മേഖലകളിലും രാഷ്ട്രീയ പാടവം, അതുപോലെ തന്നെ അതിന് നേതൃത്വമുള്ള ഖലീഫയെക്കുറിച്ച് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് അദ്ദേഹം നുബുവത്തിനെയും ചേർത്ത് വെക്കുന്നത്. ഏകദേശം ഈ പറയുന്ന മുഴുവൻ പോയിന്റുകളും, അതായത് കാമിലും ഹക്കീമും അതുപോലെ തന്നെ ഖലീഫയും ഇമാമും മുൻദിറും ഹാദിയും എന്നടക്കമുള്ള അദ്ദേഹം വിശദീകരിക്കുന്ന എല്ലാ ഗുണഗണങ്ങളും ഒന്നിച്ചു ചേരുന്ന ഒരു കഥാപാത്രം എന്ന നിലയിലാണ് അദ്ദേഹം നബിയെ, പ്രവാചകത്വത്തെ അദ്ദേഹം ഇമാം ഷാബിറുദ്ദ ദഹ്ലവി പരിചയപ്പെടുത്തുന്നതെന്നും നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഇതിനെ നുബുവത്തിനെ അൽ ഹിക്മ ഇലാഹിയ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ദൈവികപരമായ തത്വചിന്ത അല്ലെങ്കിൽ യുക്തി എന്നാണ് നുബുവത്തിനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. ഇതിന് ശേഷം, ഈ ഒരു ഭാഗത്തിന് ശേഷം അദ്ദേഹം
വിവിധ തരത്തിലുള്ള ഫർളുകളെക്കുറിച്ചും അതുപോലെ തന്നെ അദബുകളെക്കുറിച്ചും ഇസ്ലാമിക കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിവിധ ഷർത്തുകളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. സമയത്തെക്കുറിച്ചും അസ്റാറുൽ ഔഖാത്ത് എന്നൊരു പ്രത്യേക ഭാഗം തന്നെയുണ്ട്. സമയത്തിൻ്റെ ഒരു ആവശ്യകത അദ്ദേഹം പറയുന്നത് ലാ തത്തിമു സിയാസത്തുൽ ഉമ്മ ഇല്ലാ ബി തഅയീനി ഔഖാത്ത് തഅതിഹ, അതായത് ഒരു സമയനിർണയം ഇല്ലാതെ ഒരു ഉമ്മത്തിൻ്റെ രാഷ്ട്രീയം പൂർത്തീകരിക്കപ്പെടുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഔഖാത്ത് സമയങ്ങൾ വളരെ അനിവാര്യമാണ്. അതായത് ഒരു ഡിസിപ്ലിനെ കുറിക്കുന്ന വിശദീകരണം എന്ന നിലയിലാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അസ്റാറുൽ അഅദാദ് വൽ മഖാദിർ, അസ്റാറുൽ ഖളാ വർ റുഖ്സ, നിയമത്തെ എത്രത്തോളം എളുപ്പമായി സ്വീകരിക്കണം, അവിടെ തൈസീറിനെ കുറിച്ച്, ബാബു തൈസീർ, വളരെ ലളിതവൽക്കരണത്തെക്കുറിച്ച്, നിയമം ശരീഅത്തിനെ ആദ്യം മുതൽ അവസാനം വരെ സംസാരിക്കുന്ന ഹുജ്ജത്തുൽ ബാലിഗ വിവിധ ഭാഗങ്ങളിൽ നീതിയെക്കുറിച്ചും റഹ്മത്തിനെക്കുറിച്ചും എളുപ്പത്തെക്കുറിച്ചും സംസാരിക്കുന്നത് കാണുവാൻ കഴിയും. ഇവിടെ തൈസീറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. യുരീദുല്ലാഹു ബിക്കുമുൽ യൂസിർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ എന്നൊക്കെ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് അദ്ദേഹം തൈസീറിനെ കുറിച്ചും റുഖ്സത്തിനെ കുറിച്ചും വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അസ്റാർ തർഗീബ് വ തർഹീബ്, അതുപോലെ തന്നെ നുഹ്സിനെ കുറിച്ചും മുൻകാല സമൂഹത്തിൽ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന മനുഷ്യന്മാരുടെ അവസ്ഥയെക്കുറിച്ചും ഇങ്ങനെ വിവിധ ബാബുകളും അതുപോലെ തന്നെ അതിൻ്റെ അസ്റാറുകളും അതിൻ്റെ വിവിധ ആശയങ്ങളുടെ ആഖ്യാനങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ തന്നെ ഫർഖ് വൽ മസാലിഹ് വൽ ശറാഇ, മുൻകാലഘട്ടത്തിലുണ്ടായിരുന്ന ശരീഅത്തുകളെയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച ശരീഅത്തിനും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഹദീസുകളുടെ രീതികളെക്കുറിച്ചും, പിന്നീട് ഈ വിശദീകരണങ്ങളെല്ലാം കഴിഞ്ഞ് അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായ ഹദീസിൻ്റെ അല്ലെങ്കിൽ ഫിഖ്ഹിൻ്റെ സാമ്പ്രദായിക രീതി അനുസരിച്ചിട്ടുള്ള ചർച്ചകളിലേക്ക്, അത് വുളു തുടങ്ങി വുളു, കുളി, തയമ്മും അടക്കമുള്ള നജസുകളെക്കുറിച്ചും വെള്ളത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും പിന്നെ നമസ്കാരത്തെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും അടക്കമുള്ള പിന്നീട് ഒരു ഫിഖ്ഹി ചർച്ച, സാധാരണ ഒരു കർമ്മശാസ്ത്ര ചർച്ചകൾ കൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഹുദൂദിനെക്കുറിച്ചും ജിഹാദിനെക്കുറിച്ചും ഖളാനെക്കുറിച്ചുമുള്ള വിവിധ ചർച്ചകളും അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഈ രചന ഹുജ്ജത്തുൽ ബാലിഗ ആദ്യം ശരീഅത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറയുകയും തൗഹീദിനെയും അതുപോലെ തന്നെ ബഹ്സിനെയും, അതായത് നുബുവത്തിൻ്റെ ആവശ്യതയെക്കുറിച്ച് പറയുകയും പിന്നീട് അവസാനം സാമ്പ്രദായിക രീതിയിലുള്ള ശരീഅത്തിൻ്റെ അല്ലെങ്കിൽ ഫിഖ്ഹിൻ്റെ ചർച്ചയിലേക്ക് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ രചന ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമയിൽ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിൻ്റെ ഉത്ഥാനത്തിലേക്ക് ആവശ്യമായ ചിന്തകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. മൗലാന മൗദൂദി പോലും ഈ ഷാബിർദ ദഹ്ലവിയുടെ ചിന്തകളുമായി കൂടുതൽ താരതമ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്നുള്ള മൗലാന മൗദൂദിയുടെ ചിന്ത ഏകദേശം ഷാബിർദ ചിന്തയുടെ ഒരു പിന്തുടർച്ചയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് വ്യക്തി, കുടുംബം, നഗരം, രാഷ്ട്രം എന്നതിൽ നിന്ന് വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്നുള്ള ചിന്തയിലേക്ക് ഒരു ഖിലാഫത്തിനെ കുറിച്ചിട്ടുള്ള ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ചിന്ത, ഇവരുടെയും ഈ ചിന്തകൾ ഇവരെയും ഒരുപോലെ സാദൃശ്യപ്പെട്ട് നിൽക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഭാഗത്ത് തന്നെ ഒരു മനുഷ്യൻ്റെ വിവിധ മാനസിക വ്യവഹാരങ്ങളെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ ഖൽബ് എന്ന നിലയിലും അഖ്ല്, ഖൽബ്, അതായത് ഒരു മനുഷ്യൻ്റെ മനസ്സ്, അവൻ്റെ ചിന്ത, അവൻ്റെ പ്രകൃതം, ഈ മൂന്ന് കാര്യങ്ങളും മനുഷ്യനെ വ്യതിരിക്തനാക്കുന്നു എന്ന് അദ്ദേഹം ഫിത്തൻ എന്ന് പറയുന്ന ഭാഗത്ത് ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ തന്നെ ഈ മൂന്ന് കാര്യങ്ങളുമാണ് മനുഷ്യൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. കാരണം ഈ ഖൽബ് അതിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ അവൻ്റെ ചിന്ത മൃഗങ്ങളിൽ നിന്ന് അവനെ വ്യതിരിക്തനാക്കുന്നതായും അദ്ദേഹം ആ ഭാഗത്ത് വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ ഇസ്ലാമിൻ്റെ
ഒരു അപ്രമാദിത്വത്തെ അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇസ്ലാമിൻ്റെ ഷറായികളെ, ഇസ്ലാമിൻ്റെ സിംബലുകളെ അതിൻ്റെ മുഴുവൻ മഹത്വത്തോടും കൂടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് 4 ഷറായികളാണ്, 4 സിംബലുകളാണ് ഇസ്ലാമിൻ്റേതായി നമുക്കുള്ളത്. അതിലൊന്ന് ഖുർആനാണ്, 2 കാബയാണ്, 3 നബിയാണ്, 4 സ്വലാത്താണ്, നമസ്കാരമാണ്. ഖുർആനും കാബയും നബിയും അദ്ദേഹം കൂടുതൽ താത്വികമായി വിശദീകരിച്ചുകൊണ്ട് അവസാനം നമസ്കാരത്തെയാണ് അദ്ദേഹം ചേർത്ത് വെക്കുന്നത്. കാരണം നമസ്കാരം ഒരു മുസ്ലിം എന്ന നിലയിൽ അവൻ്റെ സിമ്പലാണ്. അള്ളാഹുവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന നിലയിലുകൊണ്ടും അവിടെ അള്ളാഹുവിനോടും ഏറ്റവും കൂടുതൽ ആ വിനയം, വിധേയത്വം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇബാദത്ത് എന്ന നിലയിൽ കൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നമായിട്ട് നമസ്കാരത്തെയും ചേർത്ത് വെക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ ശരീഅത്തിനെ സ്ഥാപിക്കുക ഒരു സൂഫി ടെർമിനോളജികൾ ഉപയോഗിച്ചു കൊണ്ട് തന്നെ, എന്നാൽ തസവുഫിൻ്റെ രചനകളിൽ നിന്ന് കൂടുതൽ വ്യത്യാസപ്പെട്ടുകൊണ്ട് ശരീഅത്തിനെ സ്ഥാപിക്കുവാൻ വേണ്ടി സൂഫി ടെർമിനോളജികളും ലോജിക്കും ഫിലോസഫിക്കലായ ടെർമിനോളജികളും ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക രചനയാണ് ഇമാം ഷാഫിഉല്ലാ ദഹ്ലവി ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ കൂടുതൽ ഉപയോഗിക്കുന്നതെന്നും നമുക്ക് കാണുവാൻ കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.